പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കോംപ്രമൈസ്ഡ് പ്രധാനമന്ത്രിയാണ്. ഒമാൻ തീരത്ത് US ആക്രമണങ്ങളിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഒരു വാക്കുപോലും മോദി ഇതുവരെയും ഉരിയാടിയിട്ടില്ല. പ്രധാനമന്ത്രിക്കെതിരെ ഇപ്പോൾ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി രംഗത്ത്. കോംപ്രമൈസ്ഡ് പ്രധാനമന്ത്രിക്ക് ഭാരത മാതാവിന്റെ മക്കളെ സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്നും നാവികരെ കൊലപ്പെടുത്തിയവരെ എതിർക്കാൻ പോലും പ്രധാനമന്ത്രിക്ക് ധൈര്യമോ ശക്തിയോ ഇല്ല എന്നതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിമർശനം. ഇതോടുകൂടി ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്താണ് എന്നും ഇന്ത്യക്ക് വേണ്ടി എന്ത് ചെയ്തു അല്ലെങ്കിൽ അദ്ദേഹം ഏത് തരത്തിൽ ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിച്ചോ എന്ന തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ വേളയിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. മാത്രമല്ല ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്നു ഈ ഘട്ടത്തിലെങ്കിൽ അദ്ദേഹം ഒരു ചെറുവിരൽ പോലും ഇതിനു നേരെ അവിടെ അനക്കുമോ എന്ന ചോദ്യങ്ങളടക്കമാണ് ഉയരുന്നത്. അതോടൊപ്പം തന്നെ രാഹുൽ അദ്ദേഹത്തിന് എന്ത് യോഗ്യതയാണ് ഇപ്പോൾ മോദിയെ കുറ്റപ്പെടുത്താൻ എന്ന ചോദ്യവും ഉയർന്നു കേൾക്കുന്നുണ്ട്. അതേസമയം ഒമാൻ തീരത്ത് ജൽവീർ കപ്പൽ ആക്രമിച്ചത് തങ്ങളാണ് എന്ന് അമേരിക്ക വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ആക്രമണത്തിൽ ഇന്ത്യക്കാരായ 3 ജീവനക്കാരാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഇന്ത്യ ഔദ്യോഗികമായി തന്നെ എതിർപ്പ് അറിയിച്ചെങ്കിൽ പോലും പ്രധാനമന്ത്രി ഇതുവരെയും ഇതിൽ പ്രതികരിച്ചിട്ടില്ല. ഇറാനിൽ നിന്ന് ഓയിൽ കടത്താൻ ശ്രമിക്കുന്നവരാണ് അല്ലെങ്കിൽ അവരാണ് എന്ന് ആരോപിച്ചുകൊണ്ട് കപ്പലിന് നേരെ അമേരിക്കയുടെ ആക്രമണം ഉണ്ടാവുകയും ചെയ്തു. കപ്പൽ ആക്രമിച്ചത് തങ്ങളാണ് എന്നത് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് സ്ഥിരീകരണം നൽകുകയും ഒമാന്റെ സഹായത്തോടു കൂടി തന്നെ കപ്പലിലെ മറ്റു നാവികരെ അവിടെ നിന്നും മാറ്റുകയും ചെയ്തു. അതുപോലെ പോർ വിമാനത്തിൽ നിന്ന് 2 ഹെൽഫയർ മിസൈലുകൾ തൊടുത്തുകൊണ്ട് കപ്പലിന്റെ എഞ്ചിൻ റൂം തകർക്കുകയായിരുന്നു ഉണ്ടായത്. ഇതുവരെ 9 കപ്പലുകൾ അവിടെ ആക്രമിച്ചതായി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഒമാൻ തീരത്ത് ആക്രമിക്കപ്പെട്ട MT ജൽവീർ എന്ന കപ്പൽ 20 ഇന്ത്യൻ ജീവനക്കാരായിരുന്നു അതിലുണ്ടായിരുന്നത്. അതേസമയം 3 ദിവസത്തിനുള്ളിൽ തന്നെ അന്താരാഷ്ട്ര സമുദ്രത്തിൽ വെച്ച് അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെടുകയും എന്നാൽ നമ്മുടെ കോംപ്രമൈസ്ഡ് ആയ പ്രധാനമന്ത്രി ഒരു വാക്കുപോലും മിണ്ടിയില്ല എന്നതായിരുന്നു രാഹുൽ ഗാന്ധി അവിടെ അദ്ദേഹത്തിനെതിരെ വിമർശനമായി തന്നെ ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ അദ്ദേഹം മൗനം പാലിക്കുകയാണ് എന്നും രാഹുൽ ഗാന്ധി എക്സിലൂടെയാണ് കുറിച്ചിരിക്കുന്നത്. അടുത്ത ആഴ്ച നടക്കുന്ന G7 ഉച്ചകോടിയിൽ മോദി അവിടെ പങ്കെടുക്കുമെന്നും അവിടെ കരാറുകളിൽ ഒപ്പിടുമെങ്കിൽ പോലും കൊല്ലപ്പെട്ട നാവികരെ കുറിച്ച് സംസാരിക്കാൻ അദ്ദേഹത്തിന് സമയമുണ്ടാകില്ല എന്നതായിരുന്നു രാഹുൽ ഗാന്ധി പരിഹാസരൂപേണ തന്നെ അവിടെ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പുത്രന്മാരെ സംരക്ഷിക്കാൻ പ്രധാനമന്ത്രിക്ക് ധൈര്യമോ കരുത്തോ ഇല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം ഒമാൻ തീരത്ത് വെച്ചാണ് അവിടെ വലിയ രീതിയിൽ ഇത്തരത്തിലൊരു എണ്ണക്കപ്പൽ ശക്തമായ രീതിയിൽ അമേരിക്കൻ നാവികസേന ആക്രമണം നടത്തിക്കൊണ്ട് അവിടെ അതിൽ നിന്നും 4 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്ത പുറത്തു വന്നത്. അതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ആകട്ടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.